മലപ്പുറം തിരൂരങ്ങാടി ബദൽ വിദ്യാലയത്തിൽ പ്രവേശനോത്സവം മുടങ്ങിയ സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് ലീഗ്. BRC ഓഫീസിനുള്ളിൽ കയറിയിരുന്ന യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. നിഖിൽ പ്രവേശുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, പ്രവേശനോത്സവം മുടങ്ങിയതിലുള്ള ലീഗിന്റെ അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധവും അതൃപ്തിയും ഒക്കെയാണല്ലോ ഈ പ്രകടനങ്ങളിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എത്രത്തോളം ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നിഖിൽ? ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത്, ഇന്നലെ പ്രവേശനോത്സവ ദിനത്തിൽ സംസ്ഥാനത്തുടനീളം ആയിരക്കണക്കിന് വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവമൊക്കെ നടക്കുമ്പോൾ ഈ ബദൽ വിദ്യാലയത്തിലെ കുട്ടികൾ ആ സ്കൂളിന് പുറത്തു വന്ന് കാത്തിരിക്കുകയായിരുന്നു. അവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, ഗേറ്റ് പോലും തുറന്നിരുന്നില്ല. അപ്പോൾ സമാനമായ തരത്തിൽ ഈ BRC ഓഫീസിലെ ഉദ്യോഗസ്ഥരും ഇന്ന് പുറത്തു നിൽക്കട്ടെ എന്ന ഒരു ആഹ്വാനവുമായിട്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇവിടെ എത്തിച്ചേരുകയും അവർ ഈ BRC ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കുകയും ചെയ്തത്. അവരുടെ ആവശ്യം DD അവരുമായി സംസാരിക്കണമെന്നുള്ളതായിരുന്നു. എന്നാൽ ഇതുവരെ ഏതാണ്ട് 2 മണിക്കൂറിലധികം അവരിവിടെ കുത്തിയിരുന്നിട്ടും യാതൊരു തരത്തിലുള്ള നീക്കവും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഈ ഓഫീസ് തുറന്ന് അതിനകത്ത് കയറി ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇന്നലെ കുട്ടികൾ, അതായത് പുതിയ വസ്ത്രവും പുതിയ ബാഗും പുസ്തകങ്ങളും ഒക്കെയായി വലിയ പ്രതീക്ഷകളോടുകൂടി സ്കൂളിലേക്ക് എത്തിയ നിർധനരായ കുട്ടികളാണ്. 30 കുട്ടികളാണ് ആ സ്കൂളിലുള്ളത്. ആ കുട്ടികളെല്ലാം പുറത്ത് നിൽക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഒരു പ്രതിഷേധം ഉണ്ടാവുന്നത്. ഇപ്പോൾ യൂത്ത് ലീഗ് നേതാക്കൾ, ഇവിടുത്തെ BRCയിലെ ഉദ്യോഗസ്ഥർ പുറത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പോലീസ് അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിച്ചേരാൻ വൈകുന്നത് എന്ന് പോലീസ് ഇവരോട് ചോദിക്കുന്നുണ്ട്. കാരണം നിരന്തരം ഇങ്ങനെ വൈകുന്നത് കൊണ്ട് തന്നെ പോലീസിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. യൂത്ത് ലീഗ് പ്രവർത്തകർ ഈ ഓഫീസിനുള്ളിൽ കയറി ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള നീക്കുപോക്കും ഇത്രയധികം സമയമായിട്ടും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നമുക്ക് യൂത്ത് ലീഗ് നേതാക്കളോട് ചോദിക്കാം, നിങ്ങൾ ഒരുപാട് സമയം പുറത്തിരുന്നു, ഇപ്പം എന്തുകൊണ്ടാണ് ഉള്ളിൽ കയറി ഇരിക്കാനുള്ള കാരണം? ഞങ്ങൾ ഏകദേശം 9:50 ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ കുട്ടികളെ അവർ വഴിയിൽ നിർത്തുന്ന സാഹചര്യം ഉണ്ടായല്ലോ, അതുപോലെ ഉദ്യോഗസ്ഥരും കുറച്ച് സമയം പുറത്ത് നിൽക്കട്ടെ. അങ്ങനെ ഇവരെ ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവരെ മേലുദ്യോഗസ്ഥർ ബന്ധപ്പെടും. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ള പരാതികൾ കേൾക്കാൻ തയ്യാറാകും എന്നുള്ള നിലയ്ക്ക് ഏകദേശം 12:30 മണി വരെ ഞങ്ങൾ ആ കാത്തിരിക്കൽ പുറത്ത് ഒരു അലമ്പോ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ അവിടെ ഇരുന്നു. എന്നാൽ ഞങ്ങളുടെ ആ ഇരുത്തം അവർ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഈ ഉദ്യോഗസ്ഥരാണെങ്കിലും അപ്പുറത്ത് കസാലിട്ട് അവർക്ക് ഓഫീസ് പ്രവർത്തനമൊന്നും വേണ്ട എന്നുള്ള തലത്തിൽ അവരും അവിടെ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ 2.5-3 മണിക്കൂർ ഒരു ഓഫീസിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ട് ഒരു പ്രയാസവും ഇവിടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് നേരിട്ടിട്ടില്ലെങ്കിൽ എന്തിനാണ് പിന്നെ ഈ ഓഫീസ്? തീർച്ചയായിട്ടും ഒരു ഉപയോഗം പൊതുജനത്തിന് കിട്ടാത്ത ഓഫീസാണെങ്കിൽ പിന്നെ അത് പ്രവർത്തിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഈ ഓഫീസിലെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അകത്ത് കയറിയാലേ ഇതിൻ്റെ സംഗതികൾ അറിയാൻ പറ്റുള്ളൂ. ഓഫീസർമാർക്ക് ഇതിൽ മേലുദ്യോഗസ്ഥർക്ക് ഇതിൽ ഒരു കാര്യവുമില്ല എങ്കിൽ അത്തരം ഓഫീസ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കും. മേലുദ്യോഗസ്ഥനെത്തണം. അത് DD AEO എന്നുള്ളതല്ല, മേലുദ്യോഗസ്ഥരെത്തി ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്. അതായത് അവിടെ ആ പ്രവേശനോത്സവം പുതിയ ഉടുപ്പും അതേപോലെ തന്നെ ബാഗും പുസ്തകവുമായി ആദ്യമായി വിദ്യാലയത്തിലെത്തിയ വിദ്യാർത്ഥികൾ ഗേറ്റ് തുറക്കാതെ അവരും രക്ഷിതാക്കളും പൊരി വെയിലത്താണെന്നല്ല ഏറെ നേരം നിന്നത്. അത് സഹിക്കാവുന്നതിന്റെ സ്വാഭാവിക പ്രതിഷേധം എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാം. കാരണം തിരൂരങ്ങാടി ബദൽ വിദ്യാലയത്തിലാണ് പ്രവേശനോത്സവം മുടങ്ങിയത്. ആ സംഭവത്തിലുള്ള യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. BRC ഓഫീസിനുള്ളിൽ കയറിയിരുന്ന യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ വന്ന ശേഷം മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന നിലപാടാണ് അവർക്കുള്ളത്. നിഖിൽ പ്രമേഷ് ഞങ്ങളുടെ പ്രതിനിധിയാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ എത്തിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.